ഹലോ, ഇന്ന് നമ്മളൊരു അടിപൊളി വെറൈറ്റി പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചക്കക്കുരു വെച്ചിട്ടാണ് കേട്ടോ ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു. ചക്കക്കുരു നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 വിസിലിന് ശേഷം നമുക്ക് ചക്കക്കുരു വെന്തോന്നൊന്ന് നോക്കാം. ഇപ്പോൾ 2 വിസിൽ കഴിഞ്ഞ് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ചക്കക്കുരുവൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കക്കുരുവിൻ്റെ പോളയൊക്കെ നീക്കം ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ ബ്രൗൺ കളർ നമ്മൾ കളഞ്ഞിട്ടില്ല, കൂടുതൽ വിറ്റമിൻ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൽ നിന്ന് ഒരു 20 ചക്കക്കുരു ഒന്ന് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള എല്ലാ ചക്കക്കുരും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് തേങ്ങയുടെ 3-ാം പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ അരച്ചെടുത്ത ചക്കക്കുരു ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ 2-ാം പാലും തേങ്ങയുടെ 2-ാം പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക, അല്ലെങ്കിൽ നല്ല കട്ടയാവും. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ തീ കത്തിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ചവ്വരിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു പിടി ചവ്വരി ചൂടുവെള്ളത്തിലിട്ടിട്ട് കുതിർത്തതാണ് നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളൊരു 20 ചക്കക്കുരു മാറ്റി വെച്ചു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ചെറുതായി കുനുകുനാന്നരിഞ്ഞത് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ പായസമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇതിനെ നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വിടുക. ഇനിയിപ്പോൾ നന്നായി പായസമൊക്കെ തിളച്ച് വന്നു. ഇനി നമുക്കിതിലോട്ട് തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ പായസം തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറിപ്പോവും. ഇനി നമ്മളിതിലോട്ട് ഒരു നുള്ളു ഉപ്പും ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ശർക്കരയുടെ കുത്തു മാറാനും ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചക്കക്കുരു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വളരെ ടേസ്റ്റാണ്. പിന്നെ പെട്ടെന്നൊന്നും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ, ഇത് ചക്കക്കുരു പായസമാണെന്ന്. അപ്പോൾ അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോയിൽ കാണും വരെ. ഓക്കെ, ബൈ, താങ്ക് യു.